ഹായ്, ഇന്ന് നമുക്കൊരു ഇഞ്ചി അച്ചാർ തയ്യാറാക്കിയാലോ. അതും തേങ്ങയും ചെറിയുള്ളിയും ഒന്നും ചേർക്കാണ്ട് ഒട്ടും കയ്പില്ലാതെ തന്നെ. അപ്പോൾ ഞാനൊരു 100 ഗ്രാം ഇഞ്ചിക്കായിട്ടുള്ള വറുക്കാനായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുവാണ്. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് തൊലിയെല്ലാം കളഞ്ഞിട്ട് നല്ല റൗണ്ടിൽ നൈസായിട്ട് അരിഞ്ഞെടുത്ത ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം കേട്ടോ. വറുക്കുമ്പോൾ സൂക്ഷിക്കുക, ഒട്ടും കരിയാനും പാടില്ല. കറക്റ്റായിട്ട് എല്ലാം വറന്ന് വരെയും വേണം. ആ രീതിയിൽ നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചി കറക്റ്റായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മൂപ്പേ പാടുള്ളൂ. ഇതിനേക്കാളുവാണെങ്കിൽ നമ്മുടെ ഇഞ്ചി അച്ചാറിന് ഒരു കയ്പ്പൊക്കെ വരും. ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം. അതിന് ശേഷം നല്ല തണുത്തതിന് ശേഷം മാത്രം നമുക്കൊന്ന് ഒരു തരിതരിപ്പായ രീതിയിൽ പൊടിച്ചെടുക്കാം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഒരിക്കലും പൊടിക്കരുത്. അപ്പോൾ ഞാൻ ഇഞ്ചി ഈ ഒരു രീതിയിലാണ് പൊടിച്ച് വെച്ചേക്കുന്നത്. ഇനി നമുക്കൊരു പാനിൽ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ കടുക്, 2 വറ്റൽമുളക്, 2 തണ്ട് കറിവേപ്പിലയിട്ട് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് 1.5 കപ്പ് പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഈ പഴയ പുളിയാണ് എടുക്കുന്നത്. പഴയ പുളിയൊക്കെ എടുക്കുമ്പോഴത്തേക്കും ഇഞ്ചി അച്ചാറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും, നല്ലൊരു കറുത്ത കളറും കിട്ടും. അപ്പോൾ ഇത് ഓൾറെഡി ഞാൻ കുതിർത്ത് വെച്ചതിന് ശേഷം അരിച്ചെടുത്തതാണ്. 1.5 കപ്പാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കണം. തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, ഉലുവപ്പൊടി 1/4 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് ഞാൻ കായപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വീഡിയോ അത് റെക്കോർഡായിട്ടില്ല. അപ്പോൾ മറക്കാണ്ട് 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് വറ്റി വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഞ്ചി അച്ചാർ കറക്റ്റ് പരുവായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് കറക്റ്റ് പരുവ് അറിയുന്നതെന്ന് വെച്ചാൽ ഇതേ കണക്ക് സൈഡിലൊക്കെ എണ്ണ തെളിഞ്ഞ് വരും. അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 2 ടീസ്പൂൺ ശർക്കര പൊടിച്ചതല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നാടൻ ഇഞ്ചി അച്ചാർ റെഡിയാണ്. ഇനി നമുക്കിത് ഒരു ചെറിയ ബൗളിലോ ഒരു ഗ്ലാസ് ജാറിലോ മാറ്റിയിട്ട് സ്റ്റോർ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്